നമസ്കാരം. തനിനിറം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് UDF രാഷ്ട്രീയത്തിന്റെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമാണെന്ന് നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് UDF രാഷ്ട്രീയത്തിന്റെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമാണെന്ന നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ. കഴിഞ്ഞ ഒരു കാലങ്ങളിലും ഇല്ലാത്ത വിധം ടീം UDF എന്ന രീതിയിലാണ് നിയമസഭാ തിരഞ്ഞെടുപ്പിനെ നേരിട്ടത്. വലിയ പിന്തുണയാണ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉൾപ്പെടെയുള്ളവർ നൽകിയത്. UDF സ്വീകരിച്ച അതിശക്തമായ മതേതര നിലപാട് കേരളം അംഗീകരിച്ചു. ആ മതേതര നിലപാടിന്റെ പിൻബലവും പാണക്കാട് സാദിഖ് അലി തങ്ങളാണെന്നും VD സതീശൻ പറഞ്ഞു. സംസ്ഥാനത്ത് വിദ്വേഷ പ്രചരണങ്ങൾ നടത്തി ഭിന്നിപ്പുണ്ടാക്കാൻ പല ശക്തികളും ശ്രമിച്ചു. ആ സമയങ്ങളിലെല്ലാം മുസ്ലിം ലീഗ് സ്വീകരിച്ച നിലപാട് വിസ്മയിപ്പിക്കുന്നതാണ്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ദുർബലമായാൽ ആ വിടവ് ആരു നികത്തുമെന്ന് ചോദിച്ച സതീശൻ, അങ്ങനെയുണ്ടായാൽ പിന്നെ കേരളം തന്നെ ഉണ്ടാകില്ലെന്നും കൂട്ടിച്ചേർത്തു. CPM ഓഫീസിനെതിരെ ആക്രമണം. ബൈക്കിലെത്തിയ സംഘം പെട്രോൾ ബോംബെറിഞ്ഞു. CPM ചേരുംകുഴി ബ്രാഞ്ച് ഓഫീസിന് നേരെയാണ് ആക്രമണം നടന്നത്. തൃശൂരിൽ CPM ഓഫീസിനെതിരെ ആക്രമണം. ബൈക്കിലെത്തിയ സംഘം പെട്രോൾ ബോംബേറ് നടത്തി. CPM ചേരുംകുഴി ബ്രാഞ്ച് ഓഫീസിന് നേരെ കഴിഞ്ഞ രാത്രി 11 മണിയോടെയാണ് ആക്രമണം നടന്നതെന്നാണ് വിവരങ്ങൾ. സംഭവത്തെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി വിശദമായ അന്വേഷണം ആരംഭിച്ചു. CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ, മുതിർന്ന നേതാവ് MM വർഗീസ് തുടങ്ങിയ നേതാക്കൾ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. ആക്രമണം നടത്തിയത് ലഹരി സംഘമാണെന്നും മേഖലയിൽ ബോധപൂർവം സംഘർഷാവസ്ഥയുണ്ടാക്കാനുള്ള ശക്തികളാണ് സംഭവത്തിന് പുറകിലെന്നും നേതാക്കൾ ആരോപിച്ചു. പ്രതികളെ പിടികൂടി മാതൃകാപരമായ ശിക്ഷാ നടപടികൾ സ്വീകരിക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. മാലയിൽ പുലിപ്പല്ല് ലോക്കറ്റായി ഉപയോഗിച്ച കേസിൽ റാപ്പറും ഗാനരചയിതാവുമായ വേടന് എതിരായ അന്വേഷണത്തിൽ നിർണായക വഴിത്തിരിവ്. വേടന്റെ പക്കൽ നിന്ന് പിടിച്ചെടുത്തത് യഥാർത്ഥ പുലിപ്പല്ലാണെന്ന് പരിശോധനയിൽ സ്ഥിരീകരിച്ചു. മാലയിൽ പുലിപ്പല്ല് ലോക്കറ്റായി ഉപയോഗിച്ച കേസിൽ റാപ്പറും ഗാനരചയിതാവുമായ വേടനെതിരായ അന്വേഷണത്തിൽ നിർണായക വഴിത്തിരിവ്. വേടന്റെ പക്കൽ നിന്ന് പിടിച്ചെടുത്തത് യഥാർത്ഥ പുലിപ്പല്ലാണെന്ന് പരിശോധനയിൽ സ്ഥിരീകരിച്ചു. കൊൽക്കത്തയിലെ സുവോളജി ലാബിൽ നടത്തിയ പരിശോധനാ ഫലമാണ് വനം വകുപ്പിന് ലഭിച്ചത്. ഇതോടെ കേസിൽ വനം വകുപ്പ് ഉടൻ കുറ്റപത്രം സമർപ്പിക്കാൻ ഒരുങ്ങുകയാണ്. നിയമവിരുദ്ധമായി പുലിപ്പല്ല് കൈവശം വെച്ചതിനാണ് വേടൻ എന്നറിയപ്പെടുന്ന ഹിരൺദാസ് മുരളിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 3 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകളാണ് ചുമത്തുക. മാലയിലെ പുലിപ്പല്ല് വിദേശത്ത് നിന്ന് എത്തിച്ചതാണെന്ന് വേടൻ അന്വേഷണ ഉദ്യോഗസ്ഥരോട് മൊഴി നൽകിയിരുന്നു. തായ്ലൻഡിൽ നിന്നാണ് ഇത് ലഭിച്ചതെന്നും ഇയാൾ സമ്മതിച്ചതായി അന്വേഷണ സംഘം വ്യക്തമാക്കി. ഇതിനിടെ കഞ്ചാവ് കേസിലും വേടൻ പ്രതിയാണ്. തൃപ്പൂണിത്തുറയിലെ ഫ്ളാറ്റിൽ നിന്ന് 6 ഗ്രാം കഞ്ചാവ് പോലീസ് പിടിച്ചെടുത്തിരുന്നു. വേടനും സംഘാംഗങ്ങളും ലഹരി ഉപയോഗിച്ചതായി സമ്മതിച്ചതായും പോലീസ് അറിയിച്ചിരുന്നു. ഫ്ളാറ്റിൽ നിന്ന് 9.5 ലക്ഷം രൂപയും മൊബൈൽ ഫോണുകളും അന്വേഷണ സംഘം പിടിച്ചെടുത്തിട്ടുണ്ട്. ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ച് ഗർഭിണിയായ യുവതിക്ക് ദാരുണാന്ത്യം. കോഴിക്കോട് പേരാമ്പ്ര ചെരുവണ്ണൂരിൽ കഴിഞ്ഞ രാത്രിയോടെയാണ് സംഭവം. ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ച് ഗർഭിണിയായ യുവതിക്ക് ദാരുണാന്ത്യം. കോഴിക്കോട് പേരാമ്പ്ര ചെറുവണ്ണൂരിൽ കഴിഞ്ഞ രാത്രിയോടെയാണ് സംഭവം. പൂവത്തൂച്ചാറിൽ റിജിൻലാലിന്റെ ഭാര്യ സോനയാണ് പൊള്ളലേറ്റ് മരിച്ചത്. ഗുരുതരമായി പൊള്ളലേറ്റ കാർ ഓടിച്ചിരുന്ന ഭർത്താവ് റിജിൻലാലിനെ ആശുപത്രിയിൽ ചികിത്സയിൽ പ്രവേശിപ്പിച്ചു. ചെറുവണ്ണൂർ കക്കരമുക്കിന് സമീപമാണ് അപകടം നടന്നത്. കാറിനുള്ളിൽ നിന്ന് വലിയ പൊട്ടിത്തെറിയുണ്ടായതായി നാട്ടുകാർ പറയുന്നു. ഓടിക്കൂടിയ സമീപവാസികൾ തൊട്ടടുത്തുള്ള തോട്ടിൽ നിന്ന് പാത്രങ്ങളിൽ വെള്ളം ശേഖരിച്ചാണ് കാറിലെ തീയണച്ചത്. നാട്ടുകാർ ഓടിയെത്തുമ്പോൾ കാർ ഓടിച്ചിരുന്ന യുവാവ് സമീപത്തെ വെള്ളച്ചാലിൽ വീണ് കിടക്കുന്ന നിലയിലായിരുന്നു. ഇദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റാൻ ശ്രമിക്കുന്നതിനിടെയാണ് കാറിന്റെ പുറകിലെ സീറ്റിൽ ഭാര്യയും ഉള്ളതായി അറിയുന്നത്. നാട്ടുകാർ അതിവേഗം രക്ഷാപ്രവർത്തനം നടത്തി യുവതിയെ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അപകട കാരണത്തെക്കുറിച്ച് സംഭവസ്ഥലത്തെത്തിയ പോലീസും മറ്റു ബന്ധപ്പെട്ട അധികൃതരും വിശദമായി അന്വേഷിച്ച് വരികയാണ്. നൂറ്റാണ്ടിനപ്പുറത്തെ ഓർമ്മകൾ ജനമനസ്സുകളിൽ കോറിയിട്ട് പാലക്കാട് വാടാനാംകുറിശ്ശി റെയിൽവേ ഗേറ്റ് എന്നേക്കുമായി അടച്ചിട്ടു. മേൽപ്പാലം യാഥാർത്ഥ്യമാക്കണമെന്ന 10 പതിറ്റാണ്ടുകൾ പിന്നിട്ട സ്വപ്നം യാഥാർത്ഥ്യമാക്കി പുതിയതായി നിർമ്മിച്ച മേൽപ്പാലത്തിലൂടെ ഗതാഗതം സുഗമമായി ആരംഭിച്ചതോടെയാണ് റെയിൽവേ ഗേറ്റ് അടച്ചത്.
വൈകാതെ ഗേറ്റ് എടുത്തുമാറ്റി ഇവിടെ ഗ്രിൽ സ്ഥാപിക്കും. ഇതോടെ ഏറെ തിക്കും തിരക്കുമുണ്ടായിരുന്ന ഈ പ്രദേശം ഇനി ഓർമ്മകളിൽ മാത്രമാകും. പതിറ്റാണ്ടുകളുടെ കഥകളും പറയാനുണ്ടാകും വാടനാംകുറിശി റെയിൽവേ ഗേറ്റിന്. വർഷങ്ങളായി വാർത്തകളിലും മറ്റും നിറഞ്ഞു നിന്നിരുന്നു ഈ ഗേറ്റ്. പ്രളയകാലങ്ങളിൽ ഗേറ്റിനു സമീപത്തെ താഴ്ന്ന പ്രദേശത്തെ റോഡിൽ വെള്ളം കയറിയാൽ ഗതാഗതം തന്നെ മുടങ്ങിപ്പോകുന്ന അവസ്ഥ. കേരളത്തിലെ തന്നെ ആദ്യ റെയിൽപാതകളിലൊന്നാണ് ഷൊർണൂർ നിലമ്പൂർ പാത. 1921 ബ്രിട്ടീഷ് ഭരണകാലത്താണ് ഈ പാത ആരംഭിച്ചതെന്ന് രേഖകളിൽ പറയുന്നു. നിലമ്പൂരിലെ തേക്ക് കൊണ്ടുപോകാനായാണ് പാത ആരംഭിച്ചത്. ദക്ഷിണ റെയിൽവേയുടെ കീഴിലുള്ള ഷൊർണൂർ നിലമ്പൂർ തീവണ്ടിപ്പാതയ്ക്ക് 66 കിലോമീറ്റർ നീളമാണുള്ളത്. തീവണ്ടിപ്പാത സ്ഥാപിക്കുമ്പോൾ തന്നെ വാടനാംകുറിശി റെയിൽവേ സ്റ്റേഷനും ഉണ്ടായിരുന്നു. നിലമ്പൂർ മുതൽ വാടനാംകുറിശി വരെയുള്ള ഭാഗത്തെ യാത്രക്കാർ ഷൊർണൂരിലെത്തി വിവിധ ഭാഗങ്ങളിലേക്ക് ജോലിക്കും മറ്റും പോയിരുന്നത് ഈ റൂട്ടിലോടിയിരുന്ന തീവണ്ടികളിലാണ്. കാലക്രമേണ പാലക്കാട് ഗുരുവായൂർ പാത വിവിധ സംസ്ഥാന പാതകളെ ബന്ധിപ്പിക്കുന്ന റോഡായതോടെ വാഹന തിരക്കുമേറി. വാടനാംകുറിശി റെയിൽവേ ഗേറ്റ് ഈ പാതയിലൂടെ സഞ്ചരിക്കുന്നവരുടെ വലിയ ദുരിത കേന്ദ്രമായി മാറുകയും ചെയ്തു. തുടർന്നാണ് വാടനാംകുറിശിയിൽ റെയിൽവേ മേൽപ്പാലം സ്ഥാപിക്കണമെന്ന മുറവിളിയും ഉയർന്നത്. ഒരുപാട് തടസ്സങ്ങൾ നേരിട്ടെങ്കിലും പതിറ്റാണ്ടുകൾക്കിപ്പുറം പാലം യാഥാർത്ഥ്യമായി. മേൽപ്പാലം തുറക്കുന്നതിന് മുൻപ് ദിവസവും 16 തവണയോളം ഗേറ്റടവുണ്ടായിരുന്നു. ആംബുലൻസ് അടക്കമുള്ള വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുന്നതും ഗേറ്റടവിന് മുൻപായി കടന്നുപോകാൻ മത്സരിക്കുന്ന സ്വകാര്യ ബസ്സുകാരുടെയും യാത്രക്കാരുടെയും ശ്രമങ്ങളുമെല്ലാം പതിവ് കാഴ്ചയുമായിരുന്നു. ഇന്ന് ഗേറ്റ് പരിസരം ആളൊഴിഞ്ഞ പൂരപ്പറമ്പിന് സമാനമാണ്. ജനങ്ങൾ ഇതുവഴി സഞ്ചരിക്കാത്തത് മൂലം പ്രദേശത്തെ വ്യാപാര സ്ഥാപനങ്ങൾ പ്രതിസന്ധിയിലായി. ഓട്ടോ സ്റ്റാൻഡുകൾ മറ്റിടങ്ങളിലേക്ക് മാറ്റി സ്ഥാപിച്ചു. എങ്കിലും വലിയ ഒരു കാലഘട്ടത്തിന്റെ കഥകളുമായി വാടനാംകുറിശി റെയിൽവേ ഗേറ്റ് ഇനി ചരിത്രത്താളുകളിൽ ഇടം പിടിക്കും. സഞ്ചരിക്കാൻ പുതിയ മേൽപ്പാലം ലഭിച്ചെങ്കിലും പഴമയുടെ ഗന്ധമുള്ള റെയിൽവേ ഗേറ്റിന്റെ ഓർമ്മകൾ വാഹനയാത്രികരിലും നാട്ടുകാരിലും എന്നും തങ്ങി നിൽക്കും. തുടർന്ന് വിശദമായ വാർത്തകൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം. നിറമെഴുതിയ സുദിനം പ്രിയകരമതിമൃദുലം ശുഭകരം മനഹിതം അണിയുക കനകം ചിരി പകരണ നിമിഷം നിറയണ നറുഹൃദയം ശുഭകരം മനഹിതം അണിയുക കനകം താരമുകിൽ പൂവുകളിൽ മഞ്ഞു പകരുന്ന മധുഗണം സ്നേഹമുഖം ചേരുമുടൽ പൊന്നായി മിന്നുന്നു നിന്മനം സ്വർണമുഖി 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 ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സൂര്യപ്രഭയുടെ സ്വർണ്ണമുഖം.